അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഖുർആൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ ഭൂമിലോകത്ത് വരുന്നതിന് മുമ്പ് ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടു. അതാണ് ഒന്നാമത്തെ പള്ളിയായ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. ബക്ക എന്നും മക്ക എന്നും പറഞ്ഞാൽ ഒരേ പ്രദേശത്തിന്റെ വ്യത്യസ്ത പേരുകളാണ്. മക്ക ശരീഫിലുള്ള കഅബ അൽ മുശറഫ, ആ മഹത്തായ കഅബയെ മനുഷ്യൻ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ മലക്കുകളെ പറഞ്ഞയച്ച് അല്ലാഹു തആല സ്ഥാപിക്കുകയുണ്ടായി. അത് എന്തിനാണ്? മനുഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ ഇബാദത്തിന്റെ കേന്ദ്രം സ്ഥാപിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ കഅബ ശരീഫ് പിന്നീട് പലപ്പോഴും പുനർനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ പള്ളികൾ പുനർനിർമ്മാണം നടത്താറുണ്ട്. കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടത്തുന്നതിന് മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ വിഷയത്തിൽ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സഹകരിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുന്നത് ഖുർആൻ പറയുന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ആ സമയത്ത് രണ്ടുപേരും അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, നീ ഇത് സ്വീകരിക്കണം എന്നതാണ്. ഏത് പള്ളികളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, ഏത് സംഘടനകളാകട്ടെ, ഏത് പ്രവർത്തനങ്ങളാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഫലപ്രദമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചവരിൽ നിന്നും, ഇത് നിർമ്മിക്കാൻ അധ്വാനിച്ചവരിൽ നിന്നും, ഇതിന് പ്രവർത്തിച്ചവരിൽ നിന്നും, ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും, എല്ലാവരിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് മുത്തഖിയായ മനുഷ്യൻ? അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് എന്ന് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൈചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൃദയ ശുദ്ധീകരണം വേണം. മനുഷ്യൻ അഹങ്കാരിയോ അസൂയക്കാരനോ വിദ്വേഷം വെച്ച് പുലർത്തുന്നവനോ വൈരാഗ്യോ അല്ലെങ്കിൽ ദുനിയാവിനോട് അമിതമായ താല്പര്യമുള്ളവനോ സ്ഥാനക്കൊതിയനോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും മോശമായ ചിന്താഗതികളോ ഉള്ളവനാകാതെ മനുഷ്യൻ പരിപൂർണമായും ഒരു അടിമയായി ജീവിക്കണം. കാരണം അവൻ അടിമയാണ്, അവൻ ഉടമസ്ഥനല്ല. ആരും ഇവിടെ ഒന്നിന്റെയും ഉടമസ്ഥനല്ല. ഉടമസ്ഥൻ ലോകസട്ടാവായ
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവൻ സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ യാതൊന്നും ഇല്ല, ആരുടെ കൈവശത്തിലും ഇല്ല, ആരും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ വിഷയത്തിന്റെയും സൃഷ്ടാവും ഉടമസ്ഥനും. ഖാലിഖു കുല്ലി ശൈഇ, ഏത് വസ്തുവിനെയും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. അവൻ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ പലതും സൃഷ്ടിച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആകാശങ്ങളും ഭൂമികളും, ആകാശങ്ങളിലും ഭൂമികളിലുള്ളതും, മലക്കുകളും മനുഷ്യരും, അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീകളും ആലിമീങ്ങളും സാധാരണക്കാരും, പണക്കാരും പാവപ്പെട്ടവരും, ദരിദ്രന്മാരും ധനികന്മാരും, ജിന്നുകളും ഇഴജന്തുക്കളും ജിന്തുക്കളും പറവകളും മത്സ്യങ്ങളും സസ്യങ്ങളും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അവൻ സൃഷ്ടിച്ചതിനെ ആരെല്ലാം എന്തെല്ലാമായി സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അവരും അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിന്റെ സൃഷ്ടി തന്നെയാണ്. ഈ മൈക്ക് സെറ്റ് പോലുള്ളൊരു വസ്തു പഴയ കാലത്തുണ്ടായിരുന്നില്ല. അന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ആയിരക്കണക്കിന് ആളുകൾക്ക് വഅദ് പറയുമായിരുന്നു. മൈക്ക് ഉപയോഗിച്ചുകൊണ്ടല്ല, അവിടുത്തെ കറാമത്ത് കൊണ്ടായിരുന്നു ആയിരങ്ങൾ അവിടുത്തെ ശബ്ദം കേട്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളായ മഹാന്മാർക്ക് കറാമത്തുകൾ ധാരാളമായി ആവശ്യാനുസരണം നൽകിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് അവർ കറാമത്തുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഉന്നതിയിലുള്ള വ്യക്തിയാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുഹൃത്തുക്കളെ, അന്നത്തെ കാലഘട്ടത്തിൽ മൈക്കുണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ അടുത്ത കാലത്താണ് ഈ മൈക്ക് സെറ്റ് എന്നത് രംഗത്ത് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ വലിയ ചില പണ്ഡിതന്മാർക്കിടയിൽ മൈക്ക് ഉപയോഗിക്കാമോ ഉപയോഗിച്ചുകൂടെ എന്ന ഒരു ചർച്ച നടന്നത്. അതൊരു കളിക്കുന്ന സാധനമാണ് എന്ന് വിചാരിച്ചവർ അവർ ദുആക്ക് പോലും അത് ഉപയോഗപ്പെടുത്താതെ, പ്രസംഗിക്കാൻ പോലും ഉപയോഗപ്പെടുത്താതെ എടുത്തു മാറ്റിവെക്കുന്ന അനുഭവം വിനീതനായ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അവർ വലിയ ആലിമീങ്ങളാണ്. എനിക്ക് വഅദ് തുടങ്ങിത്തരാൻ വേണ്ടി ദുആ ചെയ്തിരുന്നു. വലിയ ഒരു മഹാനായ പണ്ഡിതൻ, കങ്ങാട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയും, പാനൂർ പൂക്കോമിലെ വലിയ മുദ്രിസായിരുന്നു. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങളുടെ ശിഷ്യനായിരുന്നു. ബഹുമാനപ്പെട്ടവർ വഅദ് തുടങ്ങാൻ വേണ്ടി, വഅദ് പറയേണ്ടത് ഞാനാണ്, ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത് തുടങ്ങിത്തരികയാണ് പൂക്കോത്ത് വെച്ച്. പക്ഷേ ദുആ ചെയ്യുമ്പോൾ മൈക്ക് വെച്ച് കൊടുത്താൽ മഹാനവറുകൾ എടുത്തങ്ങ് നീക്കിക്കളിയും, മൈക്കിൽ ദ്വാരക്കില്ല. കാരണം അതൊരു കളിയായുധമാണ് എന്ന് നേരത്തെ അവിടുത്തെ ഉസ്താദായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളോട് ആരോ എഴുതി ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കളിക്കേണ്ട സാധനമാണെങ്കിൽ അത് വേണ്ട എന്ന നിലക്കാണ് അവരത് കൈയൊഴിച്ചിരുന്നത്. എന്നാൽ അത് വലിയ ഉപകാരമുള്ളൊരു വസ്തുവാണ് എന്നത് പിന്നീട് അതിന്റെ ഉപയോഗത്തിൽ ബോധ്യപ്പെട്ടു. കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരത് കളിക്ക് വേണ്ടി ഉപയോഗിക്കും. എന്നാൽ അത് ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെല്ലാം പ്രസംഗം കേൾപ്പിക്കാൻ സാധിക്കുന്നത് ഈ ഉപകരണം ഉള്ളത് കൊണ്ടാണ്. ഏതൊരു വസ്തുവിന്റെയും അടിസ്ഥാനം അതേ
ഇബാഹത്താണ്, അനുവദനീയമാവുക എന്നതാണ്. ഒരു കാര്യം അനുവദനീയമല്ല എന്ന് വരണമെങ്കിൽ പ്രത്യേക തെളിവ് വേണം. ഇത് ഉപകാരത്തിനുള്ളൊരു വസ്തു ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം, അവർക്ക് ജാഗ്രതയുണ്ടാകണം. അവർ ഗീബത്ത് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല, കളവ് പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, തെറി പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, ആളുകളെ നിന്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ ഹറാമായ ഏതെങ്കിലും ഗാനങ്ങളോ വാദ്യങ്ങളോ മേളങ്ങളോ നടത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല. അനുവദനീയമായ വിഷയത്തിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പം ഇല്ല എന്ന് നമ്മുടെ ആലിമീങ്ങൾ പറയുകയും അത് ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നേരത്തെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ ദുആക്ക് പോലും ഉപയോഗിക്കാതെ മാറ്റിവെച്ച പണ്ഡിതന്മാരെ നമ്മളാരും നിസ്സാരപ്പെടുത്തുകയില്ല, അവരുടെ ബഹുമാനം നമ്മൾ കുറക്കുകയില്ല. അവർ നല്ല ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവരെ നമ്മൾ ആദരിക്കുകയും അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും അവർക്ക് ആദരവുകളെല്ലാം നൽകുകയും ചെയ്യും. അതേസമയം ഇതിന്റെ ഉപകാരം ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞ മഹാപണ്ഡിതന്മാരും അവരുടെ അഭിപ്രായം സ്വീകരിച്ച് നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ചില വിഷയങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ ഉണ്ട്. അതെ, ഞാൻ ഇന്നലെ ഒരു നിക്കാഹിന് പങ്കെടുത്തു. ആ നിക്കാഹിന് മൈക്ക് ഖുതുബക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ദുആക്ക് വേണ്ടിയും ഉപയോഗിച്ചു. അതേ സമയത്ത് വാചകം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, വാചകം പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? കാരണം ഈ വാചകം പറയുന്ന ആളുകൾ വരനും അതേപോലെ തന്നെ വധുവിന്റെ രക്ഷിതാവും, അവര് രണ്ടാളും ഉപയോഗിക്കണ്ടെന്ന് വെച്ചാൽ പോരെ? അവരാണല്ലോ ഈ വാചകം പറയുന്നത്, മറ്റേ ആൾ പറയുന്നത് കേൾക്കാനല്ലേ, ചൊല്ലിക്കൊടുക്കല്ലേ? അതല്ലല്ലോ യഥാർത്ഥത്തിൽ നിക്കാഹിന്റെ കർമ്മം, അവരും ചൊല്ലിക്കൊടുക്കലല്ലേ. അപ്പൊ അയാൾക്ക് മൈക്ക് ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം? അതേ സമയത്ത് ഈ ചൊല്ലുന്ന വരനും വധുവും അത് വേണമെങ്കിൽ കുറെ പണ്ഡിതന്മാർ അത് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഇത് വളരെയേറെ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയമാണല്ലോ നിക്കാഹ് എന്ന നിലക്ക്, അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയത്ത് ആരെങ്കിലും ഉപയോഗിച്ചാലോ അവരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ആലിമീങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. അതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ നിസ്സാരപ്പെടുത്താനോ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതിന്റെ അടുത്ത് ഒരു നിക്കാഹിന് വേണ്ടി കുറ്റ്യാടിയിൽ ഒരു ഹാളിൽ വെച്ച് നടക്കുന്ന നിക്കാഹ്, ഞാൻ നിക്കാഹിന് ചൊല്ലിക്കൊടുക്കേണ്ടത് ഞാനാണ്. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഒരു ആദരണീയനായ ഒരു സയ്യിദ, അദ്ദേഹം ഞാൻ നിക്കാഹ് തുടങ്ങാൻ നോക്കുമ്പോൾ മൈക്ക് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോ ഞാനത് വിലങ്ങ് വാങ്ങി. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ഉപയോഗിക്കാനാണ്, അവർക്ക് ഉപയോഗിക്കാനല്ല. കാരണം അദ്ദേഹത്തെ വിഷമിപ്പിക്കണം എന്ന് എനിക്ക് ഉദ്ദേശമില്ല. എനിക്ക് മൈക്ക് ഉപയോഗിക്കൽ സുന്നത്താനുള്ള അഭിപ്രായമില്ല നിക്കാഹിന്. ഫർളാന്ന് പിന്നെ തീരെ ഇല്ലല്ലോ. ഞാൻ ഇത് ഇവർക്ക് ഉപയോഗിക്കാനല്ല, എനിക്ക് ഉപയോഗിക്കാനാണ്. കാരണം വലിയൊരു സദസ്സ് ഉണ്ടാവുമ്പോൾ നിക്കാഹ് കേൾക്കാനും കാണാനൊക്കെ വന്ന ആളുകൾക്ക് ആ വാചകം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാലൊരു സമാധാനം ഉണ്ടാവും അവർക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സുന്നത്തുണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇത് എനിക്ക് പറയാനാണ്. അപ്പൊ വേഗം അയാൾ തന്നു. ഞാനത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാചകം പറഞ്ഞു കൊടുത്തു. അതേ സമയത്ത് വരനും അതുപോലെ വധുവിന്റെ രക്ഷിതാവും അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി ഞാനോട് പറഞ്ഞതുമില്ല. കാരണം അത് ഇഷ്ടപ്പെടാത്ത കുറെ ആലിമീങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ എവിടെയും പ്രശ്നങ്ങളില്ലാതെയും ആരുടെ മനസ്സിനും വിഷമമില്ലാതെയുമാണല്ലോ ഏത് കാര്യവും കൊണ്ടുപോകേണ്ടത്. അതല്ലേ ശരി, അതല്ലേ ബുദ്ധി. ഒരിക്കലും സന്തോഷത്തിന്റെ സമയങ്ങളിൽ ദുഃഖമുണ്ടാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും നയവും ശൈലിയും ഉണ്ടാകാതിരിക്കുകയല്ലേ ഭംഗി. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മൈക്ക് എന്ന വസ്തു അത് പിൽക്കാലത്തുണ്ടായ ഒരു സാധന. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തുള്ള ശാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആർക്കും തർക്കമില്ലാത്ത ഒരു പണ്ഡിതനാണ്. ശാഫിഈ മദ്ഹബിലോ പുറത്തോ
ആർക്കും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ബിദ്അത്തിന്റെ ആരോപണം, ഒരു പുത്തൻവാദത്തിന്റെ ആരോപണം ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലുള്ള അക്കാലത്തും പിൽക്കാലത്തുമുള്ള ഒരു പണ്ഡിതനും ഒരാക്ഷേപവും സംസാരിച്ചിട്ടില്ല. അതേസമയത്ത് വേറെ ചില പണ്ഡിതന്മാരുണ്ട്, അവരെ സംബന്ധിച്ച് അവരുടെ മദ്ഹബിൽ തന്നെയുള്ള പണ്ഡിതന്മാർ, അവരുടെ ശിഷ്യന്മാരായ പണ്ഡിതന്മാർ, കൂടെ ജീവിച്ചവരും വളരെയേറെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ള വേറെ ചില പണ്ഡിതന്മാരുണ്ട്. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അങ്ങനെയല്ല. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് ഒരാൾക്കും ആ കാലഘട്ടത്തിലോ ശേഷമോ ഒരെതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് പുത്തൻവാദികൾ വന്നപ്പോ അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പോലും സാധാരണക്കാരനാണെന്ന് പറയുന്നവരും, ഉമർ ഇബ്നുൽ ഖത്താബിനെ പിഴച്ചുപോയി 20 റക്അത്ത് പിഴച്ചുപോയി എന്ന് പറയുന്നവരും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി 2 ബാങ്ക് കൊടുത്തിട്ട് ജമാഅക്ക് എന്ന് പറയുന്നവരൊക്കെയാണല്ലോ. അവർ പിന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി ഒരു പ്രശ്നമായിട്ട് തോന്നൂലല്ലോ. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ തെറ്റായ ആശയങ്ങൾ പറയുന്നവരാണല്ലോ. അതുകൊണ്ട് അവരെ മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച മഹാപണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ എന്ന പേര് വരാൻ കാരണം ഉപ്പാപ്പ 120 വയസ്സോളം ജീവിച്ച ആളായിരുന്നു. ബഹുമാനപ്പെട്ടവർ സംസാരം വളരെ കുറവാണ്. ഖുർആനോത്തും ദിക്റും ഇബാദത്തും ഒക്കെ ധാരാളമുണ്ട്. ആവശ്യത്തിന് സംസാരിക്കും, ആവശ്യമില്ലാതെ സംസാരിക്കില്ല. അതുകൊണ്ട് ആ കാരണത്താലാണ് ഹജർ, കല്ല് എന്നർത്ഥം വരുന്ന പേര് മഹാനവറുകളെ വിളിക്കപ്പെട്ടത്. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ബാപ്പ നേരത്തെ തന്നെ വഫാത്തായി പോയിരുന്നു. ഉപ്പാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഉപ്പാപ്പ 120 വയസ്സോളം ജീവിച്ചിരുന്നു. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഉപ്പാപ്പയുടെ ഗുരുനാഥന്മാരായ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു, ശംസുസ്നാബി റളിയല്ലാഹു അൻഹു, ആ 2 പണ്ഡിതന്മാരുടെ ശിഷ്യത്വത്തിന് കീഴിലാണ് ആദ്യമായി തന്നെ വളർന്നു വന്നത്. ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനായ, വലിയ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനായിരുന്നു. ആ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വലിയ പൊരുത്തമാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിട്ടിയ വലിയ ഒരു സമ്പാദ്യം. മഹാനവറുകൾക്ക് അസൂയക്കാരുണ്ടായിരുന്നു. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളോടുള്ള അസൂയ കാരണത്താൽ ഈജിപ്തിൽ വെച്ച് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്ന സ്ഥാപനം. അങ്ങനെ അവിടെ പഠിക്കുന്ന കാലത്ത് കുറെ അസൂയക്കാരുണ്ടായിരുന്നു. അവരെ കൊണ്ട് വലിയ ശല്യമുണ്ടായിരുന്നു. ആ ശല്യം നടത്തപ്പോൾ മഹാനായ വലിയ ഖുത്ബായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ സമീപത്ത് കൊണ്ടുപോയി സൂഫി വര്യനായ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു ആ ശല്യം ചെയ്ത ആളുകളെ അടിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായിരുന്നു. കള്ള സൂഫികളോട് വലിയ എതിർപ്പുള്ള ആളുമായിരുന്നു. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്നെ അവിടുത്തെ ഫതാവയിൽ പറയുന്നുണ്ട്, ഒരു പള്ളിയിൽ ഞങ്ങൾ കടന്നപ്പോൾ, ദിമ്യാത്തിലുള്ള പള്ളി എന്നാണ് എൻ്റെ ഓർമ്മ, മഹാനായ ശൈഖ് അവറുകളുമുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ വേറൊരു കള്ള ശൈഖ് വന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും ദിക്റിലാണ് കുറെ അപ്പുറത്തും. അദ്ദേഹം ചില അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കള്ള സൂഫിയാണ്. ആ ചങ്ങാതിയെ കണ്ടപ്പോ ഉസ്താദ് അവറുകൾക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം. ഇവന്റെ ഈ അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്നുണ്ടല്ലോ, അഖീദ പിഴപ്പിക്കുന്നുണ്ടല്ലോ എന്ന വിഷമം. ആ വിഷമത്തോടെ ഉസ്താദ് അവറുകൾ ദിക്ർ ഹൽക്കയൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഹൽക്ക കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ദിക്ർ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരുണ്ട്. അപ്പോഴാണ് ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകൾ കാലിന് ധരിച്ച മെതിയടിയുണ്ട്, ആ മെതിയടിയോട് പറഞ്ഞു, ആ ആള് അദ്ദേഹം വ്യാജനാണെങ്കിൽ പോയി കൊടുക്കൂ അവന്റെ തലക്ക്, അല്ലെങ്കിൽ അവന്റെ പെരടിക്ക് അടി കൊടുക്കൂ, എന്നിട്ട് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു.
പറഞ്ഞു തീരേണ്ട താമസം കാലിന്റെ മെരുകടി ഓടിച്ചെന്ന് ആ വ്യാജ ശൈഖിനെ പള്ളിയിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഫതാവൽ ഹദീസിൽ ആ സംഭവം പറയുന്നുണ്ട്. ആ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ പൊരുത്തം കിട്ടിയ എല്ലാ ഉസ്താദുമാരുടെയും വലിയ പൊരുത്തം കിട്ടിയ മഹാപണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവിടുത്തെ വേറൊരു ഗുരുനാഥനാണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എപ്പോഴും മഹാനവറുകൾ കാണുമ്പോഴൊക്കെ പറയും, അസ്അലുല്ലാഹ അൻ യുഫഖിഹക ഫിദ്ദീൻ, നിങ്ങളെ അല്ലാഹു ഒരു വലിയ പണ്ഡിതനാക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ആ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അസംഖ്യം കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ ഒന്നും ഈ മൈക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞത് കാണൂല. കാരണം മൈക്ക് എന്ന സാധനം അന്ന് ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ഈ മൈക്ക് എന്ന ഉപകരണത്തെ സംബന്ധിച്ചൊന്നും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരൂല എന്നായിരുന്നു അവരുടെ വിശ്വാസം എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അവരെല്ലാം വലിയ വലിയ ആലിമീങ്ങളാണ്. അവർ ഹദീസുകൾ പഠിച്ചവരാണ്. ഇന്നിപ്പോൾ നമ്മൾ പ്ലെയിനിൽ കയറി പോകുന്നുണ്ട്. ആ പ്ലെയിനിൽ കയറി പോകുമ്പോൾ പ്ലെയിനിലെ നിസ്കാരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള നിയമങ്ങൾ അവരെഴുതി വെച്ച കിതാബുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മൈക്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് മൈക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായം പറഞ്ഞത്. ഞാൻ അത് പറയലല്ല എന്റെ ലക്ഷ്യം. ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഈ മൈക്ക് സെറ്റ് എന്നത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സട്ടാവ് ആരാണ്? അതിന്റെ സട്ടാവ് അല്ലാഹുവാണ്. അല്ലാതെ കുറെ യന്ത്രം കണ്ടുപിടിക്കുന്ന ആളുകൾ അല്ല. കാരണം ഈ മൈക്ക് സെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഇരുമ്പാണെങ്കിലും പിത്തളയാണെങ്കിലും അലൂമിനിയം ആണെങ്കിലും റബ്ബറാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അതെല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ എടുത്തുകൊണ്ടൊരു മൈക്ക് സംഘടിപ്പിച്ചതാണ്. അത് സംഘടിപ്പിക്കാനുള്ള ബുദ്ധി കൊടുത്തവൻ അല്ലാഹുവാണ്. അത് ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുത്തവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഉദ്ദേശിക്കാൻ തന്നെ ഒരാൾക്കും കഴിയില്ല. ആകയാൽ ഈ മൈക്ക് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇനി പ്ലെയിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അവിടുത്തെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം, വയഖ്ലുഖു മാ ലാ തഅലമൂൻ. വാഹനങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ കഴുതയും ഗോവർ കഴുതയും ഒട്ടകവും ഒക്കെ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹു തആല പിന്നീട് സൃഷ്ടിക്കുന്നുണ്ട്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഖുർആൻ ഇറങ്ങുമ്പോൾ പ്ലെയിനില്ല, കാറില്ല, ഓട്ടോറിക്ഷയില്ല, സൈക്കിളില്ല. പക്ഷേ ഖുർആൻ പറയുന്നു അന്നത്തെ കാലത്തുള്ള വാഹനങ്ങൾ എണ്ണിയ സ്ഥലത്താണ് പറയുന്നത്. നിങ്ങൾക്കറിയാത്തത് അല്ലാഹു സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീർ ഏകദേശം 500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ജലാലൈൻ നോക്കിയാൽ മുതഅല്ലിമീങ്ങൾക്ക് കാണാം, എഴുതി വെക്കുകയാണ്, മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി, അത്ഭുതകരമായ ആശ്ചര്യജനകമായ വളരെ ആശ്ചര്യം തോന്നുന്ന അത്ഭുതകരമായ ഇന്ന് നമുക്കാർക്കും പരിചയമില്ലാത്ത വലിയ അത്ഭുതകരമായ വാഹനങ്ങൾ പിൽക്കാലത്ത് വരുമെന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് 500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് ഖുർആൻ അറിയുന്നവർ, അവരാണ് ഖുർആനിന്റെ തഫ്സീർ അറിയുന്നവർ, അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ മിസ്കാത്ത് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ആയിരക്കണക്കിന് കൊല്ലം, അതെ 1000 കൊല്ലത്തിലധികം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാം.
അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രാവിലെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ വന്നാൽ അവൻ പോയതിന് ശേഷം വീട്ടിൽ എന്തെല്ലാമാണ് സംഭവിച്ചത്, ആരെല്ലാമാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം ചെരിപ്പ്, വടി പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടം വന്നതിന് ശേഷമല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. സുഹൃത്തുക്കളെ, ഇത് പറയുന്ന കാലത്ത് ഒരു ക്യാമറയും കണ്ടുപിടിച്ചിട്ടില്ല. അത് പറയുന്ന കാലത്ത് അതേ ടൈപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വസ്തു കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ഉപകരണവും ഒരു ക്യാമറയും ഒരു റഡാറും ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് നല്ല, അത് കണ്ടുപിടിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒപ്പിയെടുത്ത് വൈകുന്നേരം പറഞ്ഞു കൊടുക്കും. വരുന്ന ആൾക്ക് വീട്ടിൽ നിന്ന് പോയാൾ തിരിച്ചു വന്നാലെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് കൊടുക്കുന്ന നുബുവത്തിന്റെ വകയിൽ അല്ലാഹു തആല കൊടുത്ത അറിവാണ്. ഇന്ന് രാവിലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതി കൊടുത്തപ്പോൾ അതിൽ കണ്ട ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തുഫ്തഹുൽ യമൻ, അതേ തുഫ്തഹുൽ യമൻ, യമൻ എന്ന് പറയുന്ന പ്രദേശം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വരുന്നതാണ്. വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്, പിന്നീട് വരുന്നതാണ്. അതേപോലെ പറയുന്നു ഷാം, അതും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നതാണ്. ഇറാഖ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറയുന്നു, അങ്ങനെ വരുമ്പോൾ അവിടേക്ക് മദീനയിലുള്ള ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന കുറെ ആളുകൾ ഉണ്ടാകും. എന്നാൽ അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, മദീന അവർക്ക് ഖൈറാണ്. അവർ മനസ്സിലാക്കുകയാണെങ്കിൽ മദീനയേക്കാൾ മഹത്വമുള്ള, മദീനയേക്കാൾ ബർക്കത്തുള്ള, മദീനയേക്കാൾ സ്ഥാനമുള്ള വേറൊരു ഇറാഖുമില്ല, യമനുമില്ല, ഷാമുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടുകളെല്ലാം ഇസ്ലാമിക ഭരണത്തിൽ വരുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. എന്ന് മാത്രമല്ല, അവിടേക്ക് ജനങ്ങളെ, കുടുംബങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാകുമെന്നത് വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ഖുർആനും ഹദീസും പഠിപ്പിച്ച എത്ര കാര്യങ്ങളുണ്ട്. അതൊരു മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനും ഒരുങ്ങിയാൽ ഖുർആനിലുള്ള വിശ്വാസം വർദ്ധിക്കും കേട്ടോ, നബിതങ്ങളുള്ള വിശ്വാസം വർദ്ധിക്കും കേട്ടോ, ഈമാന് വർദ്ധിക്കും കേട്ടോ. ഇപ്പോൾ എന്താണ് ഇസ്ലാമെന്നോ, എന്താണ് ഹബീബ് നബിതങ്ങൾ പഠിപ്പിച്ചതെന്നോ, ഖുർആൻ പഠിപ്പിച്ചതെന്നോ ഒന്നും പഠിക്കാത്ത ചിലർ ഇസ്ലാമിന്റെ വിമർശകരായി ഇറങ്ങി ചെറുപ്പക്കാരെ ഈമാൻ നശിപ്പിക്കുന്നത് കാണുമ്പോ വേദനയുണ്ട് കേട്ടോ. മനുഷ്യൻ ഏറ്റവും വലിയ അപകടത്തിൽ ചാടിപ്പോകുന്നത് വിവരക്കേട് കൊണ്ടാണ്. ആ വിവരക്കേട് കൊണ്ട് മതത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കാണുമ്പോൾ വേദനിക്കുക എന്നത് പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു അങ്ങകലെ ഒരു വ്യാജനായ ശൈഖ് വന്നിട്ട് ജനങ്ങളെ പിഴപ്പിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ കറാമത്തിലൂടെ അതാ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹുവിന്റെയും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം ശിഷ്യനാണ് ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിവരം കേട്ട ചിലർ ഇപ്പോൾ പക്ഷപാതിയാണെന്നും സുന്നിയല്ലെന്നും പറയുന്നത് വരെ കേൾക്കാൻ സാധിച്ചു. കാരണം വിവരക്കേടാണ്. വിവരക്കേടിന് എന്ത് മരുന്നാണ്? അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പറഞ്ഞു വന്നത്, എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്.
ഈ സംസാരിക്കുന്ന എന്റെ സംസാരം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഞാൻ ആ സംസാരവുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് സൃഷ്ടിച്ചു തരുന്നവൻ അല്ലാഹുവാണ്, ഞാനല്ല. കാരണം എനിക്കറിയില്ല സംസാരത്തിന് ശബ്ദമുണ്ടാകണമെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ ശരീരത്തിൽ ഏത് നാഡി ഞരമ്പുകളാണ് ചലിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഏതാണ് ചലിക്കാതിരിക്കുന്നത് എനിക്കറിയില്ല. അതറിയുന്നവനും അത് ചലിപ്പിക്കുന്നവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ആകയാൽ സർവ മനുഷ്യരുടെയും സർവ സൃഷ്ടികളുടെയും അധിപൻ അല്ലാഹുവാണ്. ആ അധിപനായ അല്ലാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ, ആരും ഉടമസ്ഥന്മാരല്ല. എന്റെ കണ്ണ് എന്റെ അധികാരത്തിലല്ല. അതുകൊണ്ടാണ് കണ്ണട ഇല്ലാതെ എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്റെ അധികാരത്തിലാണെങ്കിൽ കണ്ണട ഇല്ലാതെ ഞാൻ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. എന്റെ അധികാരത്തിലല്ലല്ലോ എന്റെ കണ്ണ്, എന്റെ അധികാരത്തിലല്ലല്ലോ എന്റെ രോമം. എന്റെ രോമം എന്റെ അധികാരത്തിലാണെങ്കിൽ അതിങ്ങനെ വെളുക്കാൻ ഞാൻ വിടൂലായിരുന്നു. പക്ഷേ അതേ എന്റെ അധികാരത്തിലല്ലല്ലോ എന്റെ രോമം. എന്റെ ശരീരത്തിലെ എന്താണ് എന്റെ അധികാരത്തിലുള്ളത്? ഒന്നും എന്റെ അധികാരത്തിലല്ല. എന്റെ ശരീരത്തെ കുറിച്ച് തന്നെ എനിക്ക് വിവരവും ഇല്ല. എന്നോട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ട്, എനിക്കതിന്റെ എണ്ണം പറയാൻ കഴിയില്ല. സുമാറ് പോലും പറയാൻ കഴിയില്ല. പോകട്ടെ, തലയിലേത് പോകട്ടെ, മീശമ്മൽ എത്ര രോമമുണ്ട് അത് ചോദിച്ചാലും പറയാൻ കഴിയില്ല. എന്റെ ശരീരത്തെ കുറിച്ച് എന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. നാളെ ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും? എനിക്ക് ഉറപ്പിച്ചൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഇന്നലെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ച ആള് ഇന്ന് മരണപ്പെട്ടു പോയില്ലേ? ഖബറിൽ കിടക്കുന്നില്ലേ? ഇന്നലെ രാത്രിയിൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയവൻ പിറ്റേന്ന് നേരം വെളുത്തപ്പോ അടുത്ത രാത്രിയാകുമ്പോൾ ഖബറിൽ ഒറ്റക്ക് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? സുഹൃത്തുക്കളെ, അറിവില്ല, അധികാരമില്ല, നമുക്കൊന്നുമില്ല. എല്ലാമുള്ളവൻ അല്ലാഹുവാണ്. അവൻ അധികാരമുണ്ട്, അവൻ അറിവുണ്ട്, അവനെല്ലാമുണ്ട്, എല്ലാറ്റിനും കഴിവുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് യഥാർത്ഥത്തിലുള്ളവൻ. മറ്റുള്ളവരെല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായവർ മാത്രമാണ്. അവൻ കൊടുക്കുന്നത് മാത്രം കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നവരാണ്. സ്വന്തത്തിൽ ആർക്കും ഒന്നുമില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് എന്ത് ബഹുമാനം നൽകിയോ അത് അംഗീകരിക്കൽ അല്ലാഹുവിന്റെ അടിമകളുടെ കടപ്പാടാണ്. അതേ ഏറ്റവും വലിയ സ്ഥാനം നൽകപ്പെട്ടവർ അവന്റെ ഹബീബായ അഫ്ദലുൽ ഖൽഖ് അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. കാരണം പടച്ചവന്റെ അടിമയായ ഞാൻ ഒരിക്കലും തന്നെ അല്ലാഹു ഹബീബായി തെരഞ്ഞെടുത്ത ഹബീബ് നബി തങ്ങൾക്ക് റബ്ബ് കൊടുത്ത സ്ഥാനം വകവെച്ചു കൊടുക്കാതിരുന്നാൽ ഞാനൊരിക്കലും അല്ലാഹുവിനെ സ്നേഹിച്ചവനാകൂല, അംഗീകരിച്ചവനാകൂല, വിശ്വസിച്ചവനാകൂല. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ഓ സുഹൃത്തുക്കളെ, അവിടുന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന.
അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ അവന് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അവന് വീട് കിട്ടിക്കഴിഞ്ഞു. പള്ളി നിർമ്മാണം അത്രയും വലിയ പുണ്യമുള്ള അമലാണ്. പൂർണ്ണമായി കഴിയില്ലെങ്കിൽ കഴിയും പോലെ അതിൽ പങ്കുചേരുന്നത് അത് വലിയ പുണ്യമുള്ള അമലാണ്. കാരണം പള്ളിയുടെ ലക്ഷ്യമെന്താണ്? അത് പടച്ചവനെ ഇബാദത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ്. അതിനാൽ പള്ളിയിലേക്ക് കടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കടക്കണം. അത് സുന്നത്താണ്. പോരാ, കഴിയുമെങ്കിൽ ഒതുവെടുത്തിട്ടാണ് കടക്കേണ്ടത്. ബിസ്മി ചൊല്ലിയപ്പോൾ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചല്ലോ. അള്ളാഹുവിന്റെ പേര് എവിടെ ഉച്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവന്റെ ഹബീബിന്റെ പേരും പറയണമല്ലോ. അതിനാൽ പള്ളിയിലേക്ക് വലത്തേക്കാൽ എടുത്തു വെച്ച് കയറുമ്പോ ബിസ്മി ചൊല്ലുന്നതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം. ബറക്കത്തിനും കൂടി ചോദിച്ചാൽ കൂടുതൽ പുണ്യമായി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ കുടുംബത്തെയും കൂടി കൂട്ടുക എന്നത് പ്രത്യേകം പുണ്യമാണ്. അത് അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാതെ അവിടുത്തോടുള്ള സ്നേഹം ഒരിക്കലും പൂർണ്ണമാവൂല, ശരിയാവൂല. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകുമു ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകുമു മിൻ അളീമിൽ ഖദ്രി അന്നകുമു മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത ലഹു. ഓ നബിയുടെ കുടുംബമേ, നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരം പൂർണ്ണമാവില്ല. നിങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമായി ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അഹ്ലു ബൈത്തിനോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവുമാണ്. അക്കാരണത്താൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുന്നിയല്ല എന്ന് പറഞ്ഞ പുത്തൻവാദികൾ ഉണ്ട്, പിഴച്ചവരുണ്ട്. അത് കഴിഞ്ഞു പോയ പല മഹാന്മാർക്കും അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റാഫിളത്താണ് എന്ന് പറഞ്ഞു. റാഫിളത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് തുഹഫ ഓതി കൊടുക്കുമ്പോൾ നിക്കാഹിന് തൗഖീത്ത് പാടില്ല. അതായത് നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു മാസത്തേക്ക് നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഒരു മാസത്തേക്ക് ഞാൻ നിക്കാഹ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു അവസരം നിശ്ചയിച്ചു കൊണ്ടുള്ള നിക്കാഹ് പാടില്ല, അത് ശരിയാവില്ല. അങ്ങനെ തൗഖീത്ത് പാടില്ല, സമയം നിശ്ചയിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ വിശദമായി ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുതഅത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്ത് ഒരു നിക്കാഹ് അനുവദിച്ചിരുന്നു തൽക്കാലത്തേക്ക്. അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. പിന്നെ അല്പ ദിവസം പിന്നെയും അനുവദിച്ചു. വീണ്ടും അവസാനത്തിൽ അത് എന്നേക്കുമായി വിരോധിച്ചു. അങ്ങനെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇലാ യൗമിൽ ഖിയാമ വിരോധിച്ചു. പക്ഷേ അതിനെ എല്ലാ ഇമാമിങ്ങളും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അങ്ങനെ ഒരു തൽക്കാല നിക്കാഹ് പറ്റൂല എന്ന് കൃത്യമായി പഠിപ്പിച്ചപ്പോൾ, ഇമാമിങ്ങൾ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞപ്പോൾ, റാഫിളത്ത് എന്ന് പറയുന്ന ടീം, റാഫിളത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വാദിക്കുന്നവരാണ്. പടച്ചവനൊരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അനാവശ്യം പലതും പറഞ്ഞവരാണ്. അതേപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ്. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബിനെ അമിതമായി ബഹുമാനിച്ചവരുമാണ്.
അലി ഇബ്നു അബീ താലിബ് തങ്ങളെ മാത്രം അമിതമായി ബഹുമാനിക്കുന്നു, മറ്റുള്ള സഹാബത്തിനെ മുഴുവനും ഇകഴ്ത്തി പറയുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ കേരളത്തിൽ ആ അസുഖം ഇല്ലായിരുന്നു. ഇപ്പോൾ ചില സർക്കാർ അപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ ഇറങ്ങിയിട്ട് സഹാബത്തിനെ നിന്ദിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു മുസ്ലിമും പെട്ടുപോകരുത് കേട്ടോ. അദ്ദേഹത്തിന്റെ തമിഴിലുള്ള അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ അവിടെ തമിഴ്നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അയച്ചു തന്നപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ അത് വെച്ചിങ്ങനെ ആലിമീങ്ങൾ കേൾപ്പിക്കപ്പെടുകയും ആലിമീങ്ങൾ അത് കേട്ടപ്പോൾ ഈ സർക്കാർ തരീഖത്ത് എന്ന പേരിൽ, സർക്കാർ എന്ന് പറഞ്ഞ ബാപ്പ എന്നുള്ള പേരിൽ കേരളത്തിൽ വന്ന് സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിയുമായി ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. ഞാനത് പറഞ്ഞു വരുന്നത് ഇത്തരം വിഷയങ്ങൾ ചിലപ്പോൾ സാധാരണക്കാർ അറിയില്ല. അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോയിട്ട് ഈമാൻ നശിപ്പിക്കണ്ട കേട്ടോ. അവരുടെ വാദം സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു അതൊരു കേവലം സഹാബി അല്ല കേട്ടോ, നബി തങ്ങളുടെ അളിയനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനായ മുആവിയ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഒരുപാട് കിതാബുകളിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള എത്ര റിപ്പോർട്ടുകളാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുൻകാലത്തുള്ള മുൻഗാമികളായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും മുആവിയ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം കൽപ്പിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുള്ള സഹാബികൾ ഉന്നതമായ സ്ഥാനം കൽപ്പിച്ചു. ആ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞ് ബിരുദമെടുത്ത ചില ചെറുപ്പക്കാർ അതേ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഇതെന്തൊരു ആഖിർസമാനാണെന്ന് ചിന്തിച്ചു പോയി. മഹാന്മാരായ ഇമാമിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് ആ വിഷയം പറയാൻ വേണ്ടി തന്നെ പ്രത്യേകം കിതാബുണ്ട് കേട്ടോ. അതേപോലെ യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹുവിന് അതേ നിങ്ങൾക്ക് കാണാം അൽ-അസാലിബുൽ ബദിഅ ഫീ ഫളി സ്വഹാബത്തി വ ഇഖ്നാഇ ശിഅ എന്ന് പറഞ്ഞിട്ട് കിതാബുണ്ട്. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ ശിയാക്കളുടെ വാദത്തെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് എഴുതിയ കിതാബുകളുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം അലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഖത്ലായ വഖത്ലാ മുആവിയ ഫിൽ ജന്ന. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തവരുണ്ട്, അതിൽ കൊല്ലപ്പെട്ടവരുണ്ട്. എന്റെ പക്ഷം നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവരുമുണ്ട്. രണ്ട് കൂട്ടരും സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എടുത്തുദ്ധരിച്ചതായി കാണാം. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹുവിന്റെ മഹത്വം എത്രയോ പറയാനുണ്ട്, ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള പിഴച്ച വാദക്കാരായ കക്ഷികളാണ് റാഫിളത്ത്. ആ റാഫിളത്ത് സഹാബത്തിനെ ചീത്ത പറയുന്നവരാണ്. ആ റാഫിളത്തിന്റെ ഒരു വാദമാണ് എന്ത്, കുറച്ച് ദിവസത്തേക്ക് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടെന്ന്, മുതഅത്തിന്റെ നിക്കാഹ് എന്ന് പറയുന്ന നിക്കാഹ് ഉണ്ടെന്ന്, അത് റാഫിളത്തിന്റെ വാദമാണെന്ന് എല്ലാ ഇമാമികളും രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ അവരുടെ പിഴവുമായി ലോകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവരവരുടെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിലൊന്നും തന്നെ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുലൂക്കാണ്. പടച്ച റബ്ബ് രാജാതിരാജനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കേരളത്തിൽ തന്നെ
അള്ളാഹുവിനെ സംബന്ധിച്ച് മാലിക്കുൽ മുലൂക്ക് എന്ന് പറയുന്നതിന് പകരം മടവൂർ ശൈഖ് മാലിക്കുൽ മുലൂക്കാണ്. അതുപോലെ തന്നെ അർശിന്റെ അധിപനാണ്, പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടുന്നവനുണ്ടല്ലോ. എന്തൊരു ആഖിർ സമാനാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. SSFന്റെ പ്രവർത്തനം, SOS-ന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, നമ്മുടെ സമസ്തയുടെ പ്രവർത്തനം, അതെല്ലാം കൂടുതൽ ഊർജിതപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ വിശ്വാസം കുഫറിന് പകരം ബിദ്അത്തിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കാൻ അതീ തീവ്രമായ ശ്രമം ആവശ്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതുപോലെ സഹാബത്തിന് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അഹ്ലു ബൈത്തിന് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. പക്ഷേ അഹ്ലു ബൈത്തിനെ നന്നായി ഇമാം ശാഫിഈ തങ്ങൾ ബഹുമാനിച്ചപ്പോൾ, സ്നേഹിച്ചപ്പോൾ ഒരു കൂട്ടര് പറഞ്ഞു ഇമാം ശാഫിഈ സുന്നിയല്ല, അദ്ദേഹം റാഫിളാക്കളിൽ പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇമാം ശാഫിഈ തങ്ങൾ ചൊല്ലിയത് ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി ثقلاني അന്നി റാഫിളി. നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് പുത്തൻവാദമായ റാഫിളത്തിന്റെ വാദമാണെന്ന് പറഞ്ഞ് എന്നാരെങ്കിലും റാഫിളിയായി ഉത്തരവുത്തുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നബി തങ്ങളോടുള്ള സ്നേഹത്തിലും അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹത്തിലും ഒരു കുറവും ഞാൻ വരുത്തൂല. നിങ്ങൾ എന്നെ റാഫിളിയാണെന്ന് പറഞ്ഞ് സുന്നിയല്ലെന്ന് പറഞ്ഞ് മുദ്ര കുത്തിക്കോളൂ, അതിനെനിക്കൊരു പ്രശ്നവുമില്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവര് ഉള്ള ഹഖ് ഹഖായി തുറന്നു പറയും. അവിടെ ആരെയും ഭയപ്പെട്ട് ഒന്നും പറയാതെ അവർ മുന്നോട്ട് പോവില്ല. ഇരിക്കട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ അടിമകളായ നാം അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ വെച്ച് വിളിക്കുമ്പോൾ അല്ലാഹു വലിയവനാ, അതാവർത്തിച്ച് പറയുകയാണ്. അല്ലാഹു വലിയവനാ, അല്ലാഹു വലിയവനാ, അല്ലാഹു വലിയവനാ എന്നർത്ഥം വരുന്ന അല്ലാഹു അക്ബർ. അത് അല്ലാഹു അക്ബർ എന്ന് എന്നെ പറയണം കേട്ടോ. അല്ലാഹു വലിയവനാണ് എന്ന് പറഞ്ഞാൽ പോരാ. കുത്തുബ മലയാളത്തിലാക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരിനി ബാങ്ക് കൊടുക്കുമ്പോൾ മൈക്കും മുമ്പിൽ വെച്ച് അല്ലാഹു വലിയവനാണോ എന്ന് വിളിച്ചു പറയണ്ട, അതുകൊണ്ട് ബാങ്കാവൂല. അത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചത് അതേപോലെ ചെയ്യണം. നിസ്കാരവും അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. എടാ അല്ലാഹു വലിയവനാണെന്ന് നിസ്കാരം ശരിയാവില്ല. ഇതേപോലെ ഖുതുബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാരും നിർവഹിച്ചതുപോലെ അറബിയിൽ തന്നെ നിർവഹിക്കണം, അല്ലെങ്കിൽ ഖുതുബയാവില്ല. അങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് അർത്ഥം വരുന്ന ആ മഹത്തായ വചനം വിളിച്ചു പറഞ്ഞ് അവസാനം ഹയ്യ അലസ് സലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ എന്നർത്ഥം വരുന്ന ബാങ്ക് കേൾക്കുമ്പോ പള്ളിയുടെ തൊട്ടടുത്തുള്ള ആളുകൾ പള്ളി ഉദ്ഘാടനത്തിനൊക്കെ വളരെ ജോറാണ്, സുബഹിക്ക് പള്ളിയിൽ വരുന്നില്ല. അങ്ങനെയാകല്ലേ ചെറുപ്പക്കാരാ, നീ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വരൂ. നീ ആ ജമാഅത്തിന് പങ്കെടുത്താൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, 70 ഇരട്ടിയിലധികം പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹഫയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. 27 ഇരട്ടി ഇതൊക്കെ ഹദീസിൽ വന്നതൊക്കെ പഠിച്ച ആളാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. അവിടുന്നാണ് പറയുന്നത് 70-ലധികം ഇരട്ടി പ്രതിഫലമോത്തോളം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ലഭിക്കും. സുബ്ഹാനല്ലാഹ്, 1 റുപ്പിയക്ക് പകരം 70 കിട്ടുമെങ്കിൽ നമ്മൾ ആരെങ്കിലും അത്
ഓതി ഒഴിവാക്കുമോ? എന്നാൽ ഈ ജമാഅത്തിന്റെ മഹത്വത്തെ കുറിച്ച് പലരും ശ്രദ്ധരല്ല. കൃത്യമായി പള്ളിയിൽ ജമാഅത്തിനെത്താൻ നോക്കണം. പ്രത്യേകിച്ച് സുബ്ഹിന്റെ സമയത്ത് തിരക്കില്ല, ജോലിയില്ല, എല്ലാവർക്കും വരാൻ പറ്റുന്നതല്ലേ സുബ്ഹിന്റെ സമയം. ഏറ്റവും മഹത്വമുള്ള ജമാഅത്ത് അത് സുബ്ഹിന്റെ ജമാഅത്താണ് കേട്ടോ. സുബ്ഹിന്റെ ജമാഅത്തും ഇശാഇന്റെ ജമാഅത്തുമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുമ്പോ ഞാനൊരു ഹദീസ് ഓതിക്കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് ആതിക എന്നാണെന്ന് വേറെ ചില സ്ഥലങ്ങളിലുണ്ട്. ആ ആതിക ബീവി റളിയല്ലാഹു അൻഹ സുബ്ഹിന്റെ ജമാഅത്തിന് പോകാൻ പള്ളിയിലേക്ക് ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചിരുന്നു ഉമ്മു ഹമീദിന് സഈദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് സമ്മതം ചോദിച്ചത് തന്നെ. ഓ നബിയെ, തങ്ങളെ കൂടെ വന്ന് നിസ്കരിക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിൽക്കുമ്പോ അതിനെ പിന്തുടർന്നൊന്ന് നിസ്കരിച്ചിട്ട് വലല്ലാലീൻ എന്ന് നബിതങ്ങൾ പറഞ്ഞു കഴിയുമ്പോ നബിതങ്ങൾ ആമീൻ പറയുമ്പോ ആമീൻ എന്ന് നബിതങ്ങളെ കൂടെ പറയാൻ കഴിഞ്ഞാൽ, കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു പോലുള്ള സഹാബത്തിന്റെ കൂടെ ആമീൻ പറയാൻ കഴിഞ്ഞാൽ, ആ സമയത്ത് മലക്കുകളും ആമീൻ പറയുകയാണല്ലോ. അതിലൊന്ന് പങ്കുചേരണമെന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് ഉമ്മു ഹമീദിന് സഈദി റളിയല്ലാഹു അൻഹാ നബിതങ്ങളെ സമീപിച്ച് ചോദിച്ചതാണ്, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ വല്ലാതെ താല്പര്യപ്പെടുന്നു നബിയേ. അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആ മഹദിക്ക് സമ്മതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറെന്ന് ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ, സഹാബത്ത് പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ, അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നത്, സുന്നികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ ഭാര്യമാരാരും പള്ളിയിലേക്ക് അല്ലെങ്കിൽ മദ്രസയിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ജമാഅത്തിന് പുറപ്പെട്ടു പോയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, എന്തെങ്കിലും ഒരു ഗുണം സ്ത്രീകൾ ജമാഅത്തിന് പുറപ്പെട്ടു പോകുന്നതിന് ഉണ്ടായിരുന്നുവെങ്കിൽ നബിതങ്ങളെ ചാണിന് ചാണ് പിന്തുടർന്ന് ജീവിച്ച സഹാബത്ത് അവരെ ഭാര്യമാരോട് പോകാൻ കൽപ്പിക്കുമായിരുന്നു. വല അതിനൂലഹുന്ന ഫീഹി, പോകാൻ സമ്മതം കൊടുക്കുമായിരുന്നു. രണ്ടും ഉണ്ടായില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിവരണം ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി എന്ത് വിചാരിച്ചു? രാത്രിയിൽ പോകുമ്പോ ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇരുട്ടല്ലേ, ആരും കാണൂലല്ലോ. അതുപോലെ സുബഹിക്ക് പോകുമ്പോൾ ആരും കാണൂലല്ലോ, എനിക്ക് ആ ജമാഅത്തിലൊന്ന് പങ്കെടുക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ആതിക ബീവി റളിയല്ലാഹു അൻഹാ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ചോദിക്കുകയാണ് ഒരാള്, അല്ല നിങ്ങൾക്കറിയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബിന് അത് വെറുപ്പാണെന്നറിയില്ലേ? സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും വലിയ മഹാന്മാർ അമ്പിയാക്കളെ കഴിച്ചാൽ ഒന്നാമത്തത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരെ കഴിച്ചിട്ട് ഏത് ഖുതുബും ഏത് വലിയും ഏത് മഹാനും ഏറ്റവും വലിയ ഖുതുബുകൾ അവരാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു വെറുപ്പാണ് ഭാര്യ പള്ളിയിലേക്ക് പോകുന്നത്. സുബഹിക്കും അസറിനും ആരും അല്ല, അസറല്ല സുബഹിക്കും ഇശായിനും ആരും കാണൂലെങ്കിലും പോകുന്നത് വെറുപ്പാണ്. അപ്പൊ ആ സ്ത്രീ എന്ത് പറഞ്ഞു അറിയോ?
അതെന്തേ എന്നെ പിന്നെ തടയാത്തത് എന്ന് ചോദിച്ചു. പോകുന്നത് എന്തേ തടയാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ആ മറുപടി കിട്ടി, തടയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ, അള്ളാഹുവിന്റെ അടിമ സ്ത്രീകളായ സ്ത്രീകൾക്ക് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തടയാതിരിക്കുകയാണ്. ഈ ഹദീസ് സാധാരണയായി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ് എടുത്തു പറയാ. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കുക, അതിന്റെ നേരെ മുമ്പിലുള്ള എന്താണ്? ഉമർ ഇബ്നു ഖത്താബിന് വെറുപ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഒരു കാര്യത്തിന് വെറുക്കുന്ന ആളാണോ ഉമർ ഇബ്നു ഖത്താബ്? അപ്പൊ പിന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? അതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസ്ജിദുൽ ഹറാമില് കഅബ ശരീഫ് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തടയരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചു. ഇനിയോ വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, ശാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, അതിന് മറ്റൊരർത്ഥം. അതെന്താണ്? തടയരുത് എന്ന് പറഞ്ഞാൽ തീരെ തടയരുത് എന്നല്ല, പിന്നെ ബലപ്രയോഗം നടത്തി കുടുംബ പ്രശ്നമുണ്ടാകുന്ന വിധത്തിൽ തടയരുത് എന്നാണ്. അതെവിടുന്ന് കിട്ടി മഹാനവറുകൾക്ക് ആ വിശദീകരണം? അത് ഇതേ സംഭവത്തിന്റെ ബാക്കി അതാ അൽ ബിദായത്ത് വൻ നിഹായയിലുണ്ട്. എന്താ ഉള്ളത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് തടഞ്ഞില്ല. ആ സ്ത്രീ പള്ളിയിലേക്ക് പോയി. കാരണം വീടാണ് ഖൈർ എന്ന് പറയുന്ന ഹദീസ് മഹദിയായ ആതിക ബീവിക്ക് കിട്ടിയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീടാണ് ഖൈർ എന്ന് പറഞ്ഞ ഹദീസ് കിട്ടിയിരുന്നെങ്കിൽ മഹദി പോകൂലായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ കൂലി നഷ്ടപ്പെടുത്തുന്ന ആളല്ലല്ലോ ആതിക ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ അത് മഹദി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതഅത്തിന്റെ നിക്കാഹിന് അനുകൂലമായി പറഞ്ഞ ചില റിപ്പോർട്ടുകളുണ്ട്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിൽ പറഞ്ഞത് കാണാം. ആ വിരോധിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അതുപോലെ ആതിക ബീവി റളിയല്ലാഹു അൻഹക്ക് അതാ വീടാണ് ഖൈർ എന്ന് പറഞ്ഞ ഹദീസ് കിട്ടാത്തതിനാൽ മഹദി കൂലി കിട്ടൂ എന്ന് വിചാരിച്ചു പോവുകയാണ്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞല്ലോ തടയരുത്. ആ തടയരുത് എന്ന് പറഞ്ഞതിന് ഒരർത്ഥമുണ്ടല്ലോ, ബലം പ്രയോഗിച്ച് തടയരുത്. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് ഭീഷണിപ്പെടുത്തി അടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് അതാ പോകുന്നത് തടഞ്ഞില്ല. പക്ഷേ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. ഹിക്മത്ത് എന്താണ്? ആ പെണ്ണ് പോകുന്ന വഴിക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒളിച്ചു നിന്ന് കാത്തിരുന്നു. അവരിങ്ങനെ പള്ളിയിലേക്ക് ഇരുട്ടത്ത് പോകുമ്പോ ബേക്കിൽ പോയിട്ട് ചന്തിക്കെട്ടിനൊരൊറ്റ അടി കൊടുത്തു ഉമർ ഇബ്നു ഖത്താബ്. അപ്പോൾ അടിച്ചത് ഭർത്താവാണെന്ന് ആ മഹദിക്ക് മനസ്സിലാകുന്നില്ല. അടി കിട്ടുകയും ചെയ്തു. മഹദി അങ്ങനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. ചെന്നിട്ട് പറഞ്ഞു, ആളുകളൊക്കെ നാശമായി പോയി, ഇനി ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല. തടഞ്ഞത് ഭർത്താവാണെന്ന് അറിയാത്ത വിധത്തിലാണ് ഇബ്നു ഖത്താബ് തടഞ്ഞത്. കാരണം കുടുംബ പ്രശ്നമുണ്ടാകാതിരിക്കാനാണ്. ഇത് അതാ അൽ ബിദായത്ത് വൻ നിഹായയിൽ അതാ ഇബ്നു കഥീർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലശേഷം മഹദിയെ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. സുബൈർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അശറത്തുൽ മുബശ്ശിറീനിൽ പെട്ട സഹാബിയാണ്. ആ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചപ്പോൾ മഹദി നിബന്ധന വെച്ചു, സുബഹിക്കും ഇശാഇനും പള്ളിയിൽ പോകുന്നത് തടയരുത്. മഹാനവറുകൾ അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നീട് അതാ പോകാൻ ഒരുങ്ങി പോകുമ്പോൾ മഹാനവറുകളും ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെയ്തതുപോലെ വഴിക്ക് കാത്തു നിന്നിട്ട് ബേക്കെന്നൊരടി കൊടുത്തു. പിന്നീട് അതാ ആതിക ബീവി ജീവിതത്തിൽ അതാ സുബഹിക്കും ഇശാഇനും ജമാഅത്തിന് പോയിട്ടില്ല. ഉസ്ദുൽ ഗാബ എന്ന ഗ്രന്ഥത്തിൽ അതാ ഇബ്നുൽ ലസീർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ആകയാൽ അതേ ബഹജത്തുൽ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബൂ ജംറത്തുൽ ഉന്ദുരുസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സഹാബത്തിന്റെ കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് പൂർണ്ണമായി തടയപ്പെട്ടു. അങ്ങനെ സഹാബത്ത് മുതൽ ആരും പിന്നെ
സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാറ് ഇല്ല. പള്ളിയിൽ ഖാലി ഉണ്ടെങ്കിൽ ജഡ്ജി ഉണ്ടെങ്കിൽ ആ ജഡ്ജിയോട് കേസ് ബോധിപ്പിക്കാൻ പോയിട്ടില്ല എന്നതിന് അർത്ഥമില്ല. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ തവാഫിന് വേണ്ടി പോയിട്ടില്ല എന്നതിന് അർത്ഥമില്ല. സ്ത്രീകൾ പള്ളിയിൽ കയറാൻ പറ്റാത്തൊരു വർഗമാണ്, അത്രയും നിസ്സാരമാണ് എന്ന് ഇസ്ലാമോട്ട് പറഞ്ഞിട്ടുമില്ല. മറിച്ച് ഏറ്റവും ബഹുമാനമുള്ള മസ്ജിദുൽ ഹറാമിൽ വരെ അവർക്ക് പ്രവേശനം ഉണ്ട്, അവർക്ക് പ്രവേശിക്കാം. പക്ഷേ അത് ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നതല്ല, തവാഫിന് വേണ്ടിയാണ്. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിവരിച്ചത്. പള്ളി കയറിക്കൂടാത്തൊരു വർഗമാണ് എന്ന് സ്ത്രീകളെ നിസ്സാരപ്പെടുത്തുന്ന ഒരാശയം ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ പുരുഷന്മാര് ജമാഅത്തിന് വേണ്ടി സുബഹിക്ക് പള്ളിയിൽ വരണം. ഈ പുതിയ നല്ല ഭംഗിയുള്ള പള്ളി നാളെ രാവിലെ, സാധാരണ എനിക്കൊരു പതിവുണ്ട്, പള്ളി ഉദ്ഘാടനത്തിന് പോയാൽ രാവിലെ പള്ളിയിലെ ഇമാമിനെ വിളിച്ച് ചോദിക്കും സുബഹിക്ക് എത്ര ആളുണ്ട്. അത് ഇവിടെയും നാളെ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ പള്ളി നിറയെ ഇല്ലെങ്കിലും കുറെ സഫ് നിറയെങ്കിലും സുബഹിക്ക് മുഅ്മിനീങ്ങൾ ജമാഅത്തിന് വരണം. ഒന്നുകൂടി പറയട്ടെ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിച്ച ഒരു സഹാബി പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് കാണാതിരുന്നപ്പോ ഉമ്മയോട് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് എന്തേ മകനെ പള്ളി കാണാതിരുന്നത്? രാത്രിയിൽ നീണ്ട സമയം എഴുന്നേറ്റ് നിസ്കരിച്ചത് കൊണ്ടാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി, അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കലാണ്. സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കുക വലിയ ബറക്കത്താണ്. ജീവിതത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്താണ് സുബഹിന്റെ ജമാഅത്ത്. ഇശാഇന്റെ ജമാഅത്തും വലിയ പുണ്യമാണ്. ബാക്കിയുള്ള ജമാഅത്തിനും വലിയ പുണ്യമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് ഈ രണ്ട് ജമാഅത്തിനാണ്. ആ രണ്ട് ജമാഅത്തിനാണ് വരാൻ കുറച്ച് പ്രയാസവും. അതുകൊണ്ടാണ് കൂലി കൂടുതൽ കിട്ടുന്നു. പ്രയാസം കൂടുന്നതിനനുസരിച്ച് കൂലി ആസി കിട്ടും. നമ്മൾക്കുണ്ടല്ലോ സ്റ്റേജ് മേൽ വളണ്ടിയറാകാൻ നല്ല ഉഷാറാണ്, റോട്ടുമേൽ വളണ്ടിയറാകാൻ ഒരു മടിയാണ്. റോട്ടുമല വളണ്ടിയർക്കാ കൂടുതൽ കൂലിട്ടുക, സ്റ്റേജ് മേലെ വളണ്ടിയർക്കല്ല. സ്റ്റേജ് മേലെ വളണ്ടിയർക്കല്ല കൂലിയിട്ടല്ലോ. ചിലപ്പോൾ കുറ്റം കിട്ടിക്കൂടാന്നുമില്ല, കാരണം ഫോട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലാണ്, നീയത്ത് തന്നില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അധ്വാനത്തിനനുസരിച്ച് കൂലി ഉണ്ടാവും, പ്രതിഫലം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിതാബ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് കൊണ്ടുപോയി കരിച്ചു കളിയോ കിണറ്റിലിട്ട് കളിയോ ചെയ്ത ഒരാള്. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അസൂയിക്കാരുണ്ടാവില്ല. ആനായി ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്ക് മാനസികമായി വല്ലാത്ത അസ്വസ്ഥതയായി പോയി. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്ക് പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കിയ കിതാബ് മഹാനവറുകൾ കുറെ ദിവസത്തോളം പ്രയാസായി പോയി. പിന്നീട് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ക്ഷമിച്ചു നിന്നതിനാൽ മഹാനവറുകൾ പിന്നെ പറഞ്ഞു, അല്ലാഹു തആല അത് ഹലാലാക്കി കൊടുക്കട്ടെ, അല്ലാഹ് വിട്ടുവീഴ്ച എന്ന് അയാൾക്ക് വേണ്ടി ദ്വാരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ദ്വാരുന്നു. അയാൾ നന്നായി പോട്ടെ എന്നുള്ള നിലക്ക് അവരുടെ മനസ്സത്രയും ക്ലിയർ ആണല്ലോ. ആ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പിന്നീട് വലിയ വലിയ കിതാബുകൾ ധാരാളം രചിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. 90ഓളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഇബ്നു ഹജർ തങ്ങളെ ശല്യം ചെയ്ത ആളെ അഹ്മദുൽ ബദവി തങ്ങളെ മഖ്ബറയുടെ സമീപത്ത് കൊണ്ടുപോയി ശൈഖ് അവറുകൾ ഇബ്നു അബിൽ ഹമായിൽ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവരെല്ലാം വളരെ ക്ഷമിച്ചുകൊണ്ടാണ് ജീവിച്ചത്. എന്തിനധികം പറയണം. ഉസ്താദ് അവറുകൾ മോനെ ഇനിയൊന്ന് കല്യാണം കഴിക്കണം എന്ന് ഒരു 23 വയസ്സങ്ങനെ ആയപ്പോ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളോട് കല്യാണം പറഞ്ഞപ്പോ ഉസ്താദേ ലൈസ ഇൻദീ ശൈ, എൻ്റെ അടുക്കൽ ഒരു നയാകാശമില്ല ഉസ്താദേ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, എൻ്റെ പെങ്ങളെ മോള് തന്നെയാണ്, മഹർ ഞാൻ കൊടുത്തോളാം
എന്ന് പറഞ്ഞു ഉസ്താദ് ഏറ്റെടുത്ത് കല്യാണം കഴിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഞെരുക്കവും ബുദ്ധിമുട്ടൊന്നും ഉള്ളപ്പോ പഠനത്തിൽ നിന്നോ ഇൽമ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നോ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തീരെ പിന്നോട്ട് പോയില്ല കേട്ടോ. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എത്രയോ വലിയ പ്രഗൽഭരായ ശിഷ്യന്മാരെയും വളർത്തിയെടുക്കാൻ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്ക് സാധിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം അതേ പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായി എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ജമാഅത്തിന് ബാങ്കിങ്ങനെ വിളിക്കുന്ന ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരൂ, വിളിക്കുന്നത് അള്ളാന്റെ വീട്ടിൽ നിന്നാണ്, ചെല്ലാനാണ്. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. നീ വന്നാലും വന്നില്ലെങ്കിലും അള്ളാഹുവിനൊരു കുറവില്ല കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവൻ തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനൊന്നും ഒരു കുറവുമില്ല. നിന്റെ ഗുണത്തിനാണ് പള്ളിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അള്ളാന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അത് തിരിഞ്ഞു നോക്കാതെ അങ്ങാടിയിലിരുന്ന് സൊറ പറയുന്നവനും കളിച്ച് നടക്കുന്നവരും പ്രകടനത്തിൽ പോയിട്ട് നിസ്കാരം തന്നെ ഖദാ ആക്കുന്നവരും ഇന്നാലില്ലാഹ് കല്യാണ വീട്ടിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നവരും അതുപോലെ മറ്റ് അതാ പല കാര്യങ്ങളും നടത്തുന്നവരും നിസ്കാരത്തിന് വില കൽപ്പിക്കാതെ ജീവിക്കുന്നത് അത് വളരെ അപകടമാണ് കേട്ടോ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ നബി തങ്ങൾ സുജൂദിൽ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ അവിടുന്ന് വല്ലാതെ സങ്കടപ്പെട്ടു. പിന്നീട് അവിടുത്തോട് ചോദിച്ചു, എന്തിനാണ് നബിയെ സുജൂദിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്കൊരായത്തിറങ്ങിയലിയേ فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ജീവിച്ച് പിന്നീട് വരുന്ന ഒരു ടീം അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. നിസ്കാരം കളാകുന്നതിനോ അത് നഷ്ടപ്പെടുന്നതിനോ ഒരു വിഷമവുമില്ല. തടീച്ചേ ഫോളോ ചെയ്യുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പോലും വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ബാങ്ക് പോലും പുരുഷന്മാർക്ക് മാത്രം കൽപ്പിച്ചു. ബാങ്ക് കൊടുക്കൽ സ്ത്രീകൾക്ക് പാടില്ല. കാരണം പെണ്ണിന്റെ ശബ്ദം പുറത്തങ്ങനെ കേൾക്കേണ്ടതല്ല, കേട്ട് ആസ്വദിക്കേണ്ടതല്ല. അന്യ സ്ത്രീയുടെ ആ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് അത് സിനയാണ്, അത് കാതിന്റെ വ്യഭിചാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഐനാനി സിലാഹു മൻ നദറു, കണ്ണുകൊണ്ട് അന്യപെണ്ണിനെ നോക്കി ആസ്വദിക്കുന്ന പരിപാടി അത് വ്യഭിചാരമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുണ്ടല്ലോ, അവരത്യാവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകാറുണ്ടെങ്കിലും ചിലപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. അതേപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ എമിഗ്രേഷനിൽ നിന്ന് അതാതിൻ്റെ മുഖമൂടി ഒന്ന് പൊക്കണം എന്ന് പറയുമ്പോൾ പൊക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ID നോക്കിയിട്ട് ആളെ കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി നിന്റെ മുഖമൂടി പൊക്കണമെന്ന് പറയുമ്പോൾ പൊക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ഈമാനും തഖ്വയുമുള്ള സ്ത്രീകള് അതേ മറ്റുള്ള കക്ഷികളെ പോലെ, യുക്തിവാദികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരെ പോലെ റോട്ടിലിറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുമ്പ് കാണാറില്ലായിരുന്നു. ഇപ്പോൾ അതാ ഈ
പാവപ്പെട്ട സ്ത്രീകളെ ആരെല്ലാമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നരകത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഉസ്താദ്മാരെ വഅലിന് ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ സംഭാവന കൊടുത്തിരുന്നു, നല്ല ഭക്ഷണം പാകം ചെയ്ത് എത്തിച്ചു കൊടുത്തിരുന്നു. ഞങ്ങളോട് അലിമീങ്ങൾ പറഞ്ഞില്ലെന്ന് ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് കംപ്ലൈന്റ് പറയേണ്ട ഉമ്മമാരെ, ഹബീബ് നബി തങ്ങൾ പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടർ നരകത്തിലാണ്. അതേ, സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, ആ ടീമിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എൻ്റെ കാലഘട്ടത്തിലില്ല. പക്ഷേ അവര് വരുമെന്ന് നബി തങ്ങൾ പറയാണ്. അതിൽപ്പെട്ട ഒരു ടീം ഏതാണ്? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തുൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. സ്ത്രീകളെ, നിങ്ങൾ ഈമാനുള്ളവരാണോ? നിങ്ങൾ മുസ്ലിം സ്ത്രീകളാണോ? ഹബീബ് നബി തങ്ങളുടെ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. അവിടുന്ന് പറയുന്നു, ഒരു വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. കാസിയാത്തുൻ നാരിയാത്ത്, വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അവരെ മാറിടം കാണുന്നുണ്ട്, കൈത്തണ്ട കാണുന്നുണ്ട്. അതേപോലെ തന്നെ അന്യപുരുഷന്മാര് നോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തും മുഖം മറക്കാതെ അവര് രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ കാസിയാത്തുൻ ആരിയാത്ത് മായിലാത്തുൻ മുമീലാത്ത്, അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം, അങ്ങനെയാണ് അവരെ പെരുമാറ്റം. അവർ ആദാ പുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. അവരുടെ തലകഥാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഹബീബ് നബി തങ്ങൾ പറയാണ്, ലാ യദ്ഖുൽനൽ ജന്ന, ഇങ്ങനെ പുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകള് അവര് സ്വർഗത്തിൽ കടക്കൂല കേട്ടോ. വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല കേട്ടോ. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ നാഴികയപ്പുറത്ത് നിന്ന്, എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം, സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല കേട്ടോ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അതാ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പണ്ഡിതന്മാര് വിലക്കുന്നില്ല. നിങ്ങളെ മഈസത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ യാത്ര പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ടി വന്നാൽ, ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ, തൊഴിലെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തൊഴിലിന് വേണ്ടി പോകേണ്ടി വന്നാൽ അവിടെയൊന്നും പണ്ഡിതന്മാര് വിലക്കുന്നില്ല. കാരണം നബി തങ്ങൾ വിലക്കിയിട്ടില്ല. ഉദിനലകുന്നലി ഹവായിജിക്കുന്ന, ആവശ്യത്തിന് പോകുന്നത് അനുവദിച്ചു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്നാൽ ചോദിക്കട്ടെ, ഏതോ ഒരു മനുഷ്യൻ അതാ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അല്ലാത്ത തെരഞ്ഞെടുപ്പിലോ ഒരു മനുഷ്യൻ വിജയിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വിജയമാണോ? ഇനി സ്വർഗത്തിലേക്ക് തന്നെയാണെങ്കിൽ ചോദിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉമർ ഇബ്നുൽ ഖത്താബിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ലോകത്തുള്ള ഓരോ ഭരണാധികാരികളെയും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയതായി ഏതെങ്കിലും മുജാഹിദിന് കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും ജമാഅത്തുകാരനെ കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും പുത്തൻവാദിക്ക് കാണിച്ചു തരാൻ കഴിയോ? ഈ പുത്തൻവാദികളെ കൂട്ടുപിടിച്ച് സ്ത്രീകളെ രംഗത്തിറക്കുന്ന ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓ മുസ്ലിം സ്ത്രീകളെ, ആയിഷ ബീവി കടക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണ്ടേ? ഖദീജ ബീവി കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? സൈനബ ബീവി റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? ഫാത്തിമ ബീവി കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? എങ്കിൽ ആ മഹദികളെ വിട്ടുകൊണ്ട്, അവര് കാണിച്ചു തന്ന മാതൃക നിങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയാൽ തന്നെ
ഫമഫാസിദു ഖുറൂജിഹിന്നല്ലാന മുഹഖഖത്തുൻ, അത് വലിയ നാശമുണ്ടാക്കുമെന്നല്ലേ തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മാ അഹ്സന ഖൗലഹു, അത് എത്ര നല്ല വാക്കാണെന്നല്ലേ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞത്. അങ്ങനെ ഫയംബഗിൽ ജസ്മു ബിത്തഹ്രീം, ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അനാവശ്യത്തിന് പുറപ്പെട്ടു പോകുന്നത് ഹറാമാണെന്ന് തന്നെ വിധി പറയണം. വൽ ഫത്വാ ബിഹി, അങ്ങനെ ഫത്വ കൊടുക്കണമെന്നല്ലേ ഇമാമിങ്ങൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ട് അംഗീകരിച്ചത്. എങ്കിൽ ഈ യുവതികളായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും പുറത്തിറങ്ങി ഈ പച്ച ഹറാം ചെയ്യുമ്പോൾ ആലിമീങ്ങൾ നോക്കി നിൽക്കാൻ പറ്റുമോ? സംഘടന കുറെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമായോ? ആലിമീങ്ങൾ തുറന്ന് പറയണ്ടേ പടച്ചറബിന്റെ ദീന്? അത് പറയുന്നിടത്ത് അതാ പിന്നോട്ട് നിൽക്കാൻ പറ്റുമോ? മൻ കതമ ഇൽമൻ, വല്ലവനും ഇൽമു മറച്ചു വെച്ചാൽ, പഠിച്ച ആലിമീങ്ങൾ അവർ ഇൽമു പറയാതെ മറച്ചു വെച്ചാൽ, ആരെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും ശരി, അൽജമഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിലുജാമി മിനന്നാർ, തീയിന്റെ ചങ്ങല കൊണ്ട് ആലിമീങ്ങളെ ചങ്ങലക്കിടും എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ പള്ളിയിലെ ഖതീബുമാരും, എല്ലാ ഖാദിമാരും, എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ മുസ്ലിം സ്ത്രീകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾക്കത് പച്ചഹറാമാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ മുൻഗാമികൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ ഉമ്മ സ്വർഗത്തിലേക്ക്, ഉമ്മാമ സ്വർഗത്തിലേക്ക്, ജേഷ്ഠത്തി സ്വർഗത്തിലേക്ക്, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ സ്വർഗത്തിലേക്ക്, നിങ്ങൾ നരകത്തിലേക്ക്. അത് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ നരകം എന്ന് പറയുന്നത് തമാശയാണോ? അതൊരു തമാശയാണോ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ കഴിയുമോ സഹോദരിമാരെ? അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ്. അതൊരു സാധാരണ നേതാവല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി വജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി, തുല്യതയില്ലാത്ത നേതാവാണത്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം ഹഖാണ്. അവിടുന്ന് ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് 1400 കൊല്ലം മുമ്പ് സ്ത്രീകൾ ഇതേ ചുറ്റുപാടിൽ വരും എന്നത് മുന്നറിയിപ്പ് നൽകിയതാണ്. ആ നരകത്തിന്റെ വിറകാകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ തുനിയരുത്. നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളെ പെങ്ങന്മാര്, നിങ്ങളെ ഉമ്മമാര് നരകത്തിൽ കിടക്കണമെന്ന ചിന്ത പുരുഷന്മാർക്കും ഉണ്ടാകരുത്. മറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗത്തിലെത്തണമെന്ന ചിന്തയുണ്ടാകണം എന്ന് പുരുഷന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. എന്തേ നമ്മുടെ സമുദായത്തിന് പറ്റിപ്പോയത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിച്ചു ചീന്തുന്ന ഒരു കാലഘട്ടം. ഒരു ഭാഗത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവർ റസൂലുള്ളാഹിനെ വിളിച്ചു പോയാൽ, ഇസ്തിഗാസ ചെയ്തു പോയാൽ, തവസ്സുൽ ചെയ്തു പോയാൽ, ബറക്കത്ത് എടുത്തു പോയാൽ സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി തന്നെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവർ. വേറൊരു ഭാഗത്ത് ഔലിയാക്കളെ കറാമത്തെ നിഷേധിക്കുന്നവർ. അതിന്റെ വേറൊരു ഭാഗത്ത് ഔലിയാക്കളെ ബഹുമാനിച്ച് റാഫിളത്ത് അലി ഇബ്നു അബീ താലിബിനെ ബഹുമാനിച്ചതുപോലെ, അലി ഇബ്നു അബീ താലിബിനെ ബഹുമാനിച്ച ഖുലാത്തുർ റാഫിള അവർ പറഞ്ഞു, അലി ഇബ്നു അബീ താലിബിനെ സംബന്ധിച്ച് പറഞ്ഞു, അതേ ലോകം മുഴുക്കെ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആൾ അലി ഇബ്നു അബീ താലിബാണ് എന്ന് പറഞ്ഞു. അത് പിഴച്ചുപോയ റാഫിളത്തിന്റെ വാദമാണ്. അതേ റാഫിളത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ മറ്റുള്ള സഹാബത്തിനെ മുഴുവനും ചീത്ത പറയുകയും തെറി പറയുകയും ചെയ്ത്. ആ റാഫിളത്ത് അതുപോലെ ചില നസ്രാനികൾ അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോയ പലരും, അങ്ങനെയുള്ള പലരും രംഗത്തിറങ്ങി. അങ്ങനെ രണ്ടാം പഠിച്ചവനാണ് അലി ഇബ്നു അബീ താലിബ് എന്ന് റാഫിളത്ത് പറഞ്ഞു എന്ന് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫർഖ് ബൈനൽ ഫിറഖിൽ പറഞ്ഞത് കാണാം. അതേ വാദം ഉന്നയിച്ചിട്ട് മടവൂര് പഠിച്ചവനാണെന്ന് പറഞ്ഞ് പാട്ടുപാടുന്നവരും, മാലിക്കുൽ മുലൂക്ക് അതാ മടവൂരാണെന്ന് പറഞ്ഞ് പാട്ടുപാടുന്നവരും, അതേപോലെ തന്നെ അർശിന്റെ അധിപൻ മടവൂരാണെന്ന് പറഞ്ഞ് പാട്ടുപാടുന്നവരും ഈ പച്ച കുഫ്ർ ഈ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോ
പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? പണ്ഡിതന്മാരവരെ കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ചങ്ങലയാണ്, തീക്കട്ട കൊണ്ടുള്ള ചങ്ങലയാണ്. ആരെന്ത് പരിഹസിച്ചാലും ആരെന്ത് കുറ്റം പറഞ്ഞാലും പഠിച്ച ഇൽമ് തുറന്നു പറയാതെ പണ്ഡിതന്മാർക്ക് ജീവിക്കാൻ പറ്റൂല കേട്ടോ. ആ പണ്ഡിതന്മാരുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാനാണ്. SYSന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, SSFന്റെ പ്രവർത്തകർ, ഓ മുഅ്മിനീങ്ങളെ, അതേ SMA പ്രവർത്തകർ, സുന്നി ജമീഅത്തുൽ മുസ്ലിമിന്റെ പ്രവർത്തകർ, മഹാനായ താജുൽ ഉലമയുടെയും അതുപോലെ സുൽത്താനുൽ ഉലമയുടെയും റഈസുൽ ഉലമയുടെയും അങ്ങനെ തുടങ്ങിയുള്ള ആലിമീങ്ങളെ പിന്നിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു. ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ആരെയും നിസ്സാരപ്പെടുത്തുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാ സയ്യിദന്മാരെയും ആദരിക്കണം, എല്ലാ പണ്ഡിതന്മാരെയും ആദരിക്കണം. എല്ലാവരും പരസ്പര സ്നേഹത്തിൽ ജീവിക്കണം, സഹകരണത്തോടെ മുന്നോട്ട് പോകണം. അനാവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല, അനാവശ്യമായ പരാമർശങ്ങളും പാടില്ല. മറിച്ച് ഗീബത്തും നമീമത്തും പറയാനല്ലല്ലോ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത്, ആരെങ്കിലും കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കാനല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്, ആരെങ്കിലും തെറ്റിദ്ധരിക്കാനുമല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചവന്റെ ഉടമസ്ഥതയിൽ ജീവിക്കുന്ന അടിമയാണ് ഞാൻ. അടിമക്ക് പരിപൂർണ സ്വാതന്ത്ര്യമില്ല. ഉടമസ്ഥൻ വിരോധിച്ചത് ചെയ്തുകൂടാ, ഉടമസ്ഥൻ കൽപ്പിച്ചത് വിട്ടുകൂടാ. നബിയുനല്ലാമിറുൻ ഐഫലഹദു അബർറ ഫി ഖൗലിനാ മിൻഹു വലാ നഅമി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യേസ് പറഞ്ഞത് എന്തുണ്ടോ, അംഗീകരിച്ചത് എന്തുണ്ടോ, അത് അംഗീകരിക്കുന്നവനാണ് ഞാൻ. അവിടുന്ന് വിരോധിച്ചത് എന്തുണ്ടോ, അതിനെ എതിർക്കുന്നവനാണ് ഞാൻ. ഈ ഒരു ചിന്തയിൽ ജീവിക്കാതെ തടിയിച്ച ഫോളോ ചെയ്ത് ജീവിച്ചാൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഹബീബ് നബി തങ്ങളതാ പറയുന്നു, വത്തബഉ ശഹവാത്ത്. നിസ്കാരം പാഴാക്കുന്ന ഒരു ടീം പിന്നെ വരും. ശഹവത്തിനനുസരിച്ച് തടിയിച്ചക്കനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരും ഫസൗഫ യൽഖൗന ഗയ്യാ. അവർക്ക് കഠിനമായ ശിക്ഷയുള്ള നരകം അവർ കണ്ടെത്തിക്കും. അവരതാ നരകത്തിലെത്തിപ്പോകും, വലിയ വഴികേടിലായി പോകും എന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ഇറങ്ങിയപ്പോൾ ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്ത് പിടച്ചുപോയിട്ട് എത്ര പേരാണ് നരകത്തിലേക്ക് നീങ്ങുന്നത്. അത് ഓർത്തിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അലിയേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഓർമ്മിപ്പിച്ചത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. നമ്മൾ ആരെയും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നിസ്സാരപ്പെടുത്താനോ അല്ല. അള്ളാഹുവിന്റെ ദീനായി മനസ്സിലാക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് പണ്ഡിതന്മാർക്ക് എന്തോ കാര്യം കിട്ടാനാണെന്ന് വിചാരിക്കാതെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചതും, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതും, അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതും, അവിടുന്ന് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചതും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനാണ്. അതേപോലെ സഹാബത്തും വജാദൂ ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ വസുവതി. നേരത്തെ ഇവിടെ സദഖ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഹബീബ് നബി തങ്ങൾ ദീനിന്റെ നന്മക്ക് വേണ്ടി സദഖ ഫണ്ട് പ്രഖ്യാപിച്ചത് ബുഖാരിയിൽ കാണാം. അങ്ങനെ സദഖ ചെയ്യണമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ
ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ഞങ്ങളോട് സദഖക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അങ്ങാടിയിലേക്ക് പോയി. കാരണം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അങ്ങാടിയിൽ പോയിട്ട് ചുമടെടുത്തു. സഹാബികളായ ഞങ്ങള് ചുമടെടുത്തു. അങ്ങനെ ചുമടെടുക്കുന്ന പണിയെടുത്തിട്ട് ഞങ്ങളതാ ഒരു മുദ്ദോ അതിൽ കുറവോ കൂടുതലോ ചുമട്ട് തൊഴിലാളിയുടെ പണിയെടുത്തിട്ട് കിട്ടിയപ്പോൾ അത് ഞങ്ങൾ സദഖ ഫണ്ടിലേക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഒരു ദിവസം ചോദിച്ചു നബി തങ്ങളോട്, അയ്യുനാലുഹു ഖംബിക യാ റസൂലല്ലാഹ്, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞാൽ തങ്ങളടുത്ത് ആദ്യം എത്താനുള്ള ഭാഗ്യം ഞങ്ങളിൽ ആർക്കാണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അത്വലു കുന്നയദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ കൈനീളമുള്ള ആളാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു മുളക്കഷ്ണം എടുത്തിട്ട് ഞങ്ങൾ ഓരോ ഭാര്യമാരും കൈ അളന്നു നോക്കി, അര കൈക്കാണ് നീളമെന്നളന്നു നോക്കി. നോക്കുമ്പോൾ സൗദ ബീവിയുടെ കൈക്കാണ് നീളം കൂടുതലുള്ളത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അല്ലാഹുവിൻ്റെ റസൂൽ കൈ നീളമുള്ള ആളെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അളവ് നോക്കിയിട്ട് നീളമുള്ളവരെന്നല്ല, മറിച്ച് ആദ്യമായി വഫാത്തായത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയാണ്. മഹദിയുടെ കൈ നീളമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നീട്ടി സദഖ കൊടുക്കുന്ന ആളായിരുന്നു. സൈനബ് ബീവിയുടെ സദഖയെ കുറിച്ച് മഹദി പറയാണ്, സന്നാഅത്തൻ ബിൽ യദ്, കൈകൊണ്ട് തൊഴിലെടുക്കുമായിരുന്നു. നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻകൾപ്പെട്ട സൈനബ് ബീവി കൈകൊണ്ട് തൊഴിലെടുക്കും. ഊറക്കിടുന്ന പണിയാണ്, അതുപോലുള്ള പണിയാണ്. അങ്ങനെ പണിയെടുത്ത് വല്ലതും കിട്ടിയാൽ കിട്ടിയത് സദഖ ചെയ്യുമ്പോൾ സൈനബ് ബീവിയുടെ പണിയാണ്. പണം സമ്പാദിക്കാനല്ല മഹദി പണിയെടുത്തിരുന്നത്. പണത്തോട് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരണകാലത്ത് വലിയ സംഖ്യ കൊടുത്തയച്ചു സൈനബ ബീവിക്ക്. മഹദി അത് കിട്ടിയപ്പോൾ വലിയൊരു തുണിയെടുത്തിട്ട് പുതച്ചു വെച്ചു, പുറത്ത് കാണണ്ട. എന്നിട്ട് അതിൽ നിങ്ങനെ എടുത്തു കൊടുത്ത് കുറെ തീരാറായെന്ന് തോന്നിയപ്പോ തുണിയൊന്ന് പൊക്കി നോക്കിയപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 87 ദിർഹമോളം പിന്നെയും ബാക്കിയുണ്ട്. അപ്പോൾ ഒരൊറ്റ ദുആ, പടച്ച റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് കൊടുത്തേക്കുന്ന സംഭാവന അത് സ്വീകരിക്കാൻ എനിക്കൊരവസരമുണ്ടാക്കല്ല അല്ലാഹ്. ദുആ കഴിഞ്ഞ് കുറഞ്ഞ ദിവസം കൊണ്ട് മഹദി വഫാത്തായി പോയി. ഫത്ഹുൽ ബാരിയിൽ ആ സംഭവം വിശദീകരിച്ചത് കാണാം, മറ്റു ചില കിതാബുകളിലും കാണാം. ഓ സുഹൃത്തുക്കളെ, അവരൊക്കെ അവരുടെ ശരീരം കൊണ്ട് അധ്വാനിച്ചും അതുപോലെ പണം സദഖ ചെയ്തും അവർ സ്വർഗം സമ്പാദിച്ചു. നമ്മളും നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സ്വർഗം സമ്പാദിക്കേണ്ടത്. ഉടമസ്ഥൻ കാണാത്തതൊന്നുമില്ല, അറിയാത്തതൊന്നുമില്ല. നമ്മുടെ മനസ്സിലെ വികാരങ്ങളടക്കം എല്ലാം അറിയുന്ന ഉടമസ്ഥന്റെ അടിമകളാണ് നാം. ആ ബോധത്തോടെ ജീവിക്കുമ്പോ എപ്പോഴും റബ്ബിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പാവപ്പെട്ട ഞാനൊരു മഹ്സൂമായ നബിയല്ലല്ലോ, മഹ്ഫൂദായ ഖുതുബല്ലല്ലോ. 1000 തെറ്റുകൾ ജീവിതത്തിൽ വന്നവനായിരിക്കൂലേ? മഹാനായ ഇമാം ബൂസിരി ചൊല്ലിയതുപോലെ, അതേ ലലം തു സുന്നത മൻ ലഹിയല്ലമൈല അനിസ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് കാലിന് നീര് കെട്ടി വീർത്തു. നമുക്ക് തഹജ്ജുദ് തന്നെ നിസ്കരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ലല്ലോ. ഒന്നും സമ്പാദ്യമില്ലാത്തവരല്ലേ നമ്മൾ. യജമാനനായ റബ്ബ് മാപ്പ് തന്നെങ്കിൽ മാത്രം രക്ഷപ്പെടാൻ കഴിയുന്ന പാവപ്പെട്ട അടിമകളാണ് ഞങ്ങളെന്ന ബോധത്തോടെ ജീവിച്ച് മരിക്കുകയും എപ്പോഴും റബ്ബിനോട് മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസുകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എല്ലാം നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ.
ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണം റഹ്മാനേ.